السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد ഫർവ മീഡിയയിലെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മുടി കറുപ്പിക്കലുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗൗരവത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ആദ്യമായി നിങ്ങളോടൊക്കെ വളരെ വിനയത്തോടുകൂടെ പറയാനുള്ളത്, മാക്സിമം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കറിയാം, മനുഷ്യൻ പ്രായമാകുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവന്റെ കണ്ണിന്റെ കാഴ്ച കൂടെ കൂടെ മങ്ങിക്കൊണ്ടിരിക്കും, പല്ലുകൾ കൊഴിഞ്ഞുപോകും. അതുപോലെ തന്നെ അവന്റെ ശരീരത്തിലെ രോമങ്ങൾ, ആദ്യമുണ്ടായിരുന്നത് കറുപ്പായിരുന്നല്ലോ, ആ രോമം പിന്നെ കൂടെ കൂടെ ഇങ്ങനെ വെളുത്തുകൊണ്ടിരിക്കും, അതായത് നിര ബാധിക്കും. ഈ ഒരു മാറ്റം മനുഷ്യരിലെന്നല്ല, മനുഷ്യേതര ജീവികളിലും, എന്തിനേറെ പറയണം, സസ്യങ്ങളിൽ വരെയുണ്ട്. ഉദാഹരണമായി ഒരു മരം എടുക്കുകയാണെങ്കിൽ ആ മരത്തിന്റെ ഇലകള് കൊഴിഞ്ഞു പോവാൻ ആവുന്ന സമയത്ത് അതിന്റെ ഇലകൾ ആദ്യം പച്ചയായിരുന്നെങ്കിൽ കൊഴിഞ്ഞു പോവാൻ സമയമാകുമ്പോൾ അത് മഞ്ഞ നിറമാവാറുണ്ട്. ഇലകൾക്ക് മഞ്ഞ നിറമാകുന്നതുപോലെ മനുഷ്യന്റെ രോമങ്ങൾക്ക് നിറവ്യത്യാസം വരുന്നത്, അതായത് പിന്നെ കറുപ്പ് വെള്ള നിറമാകുന്നത്, നിറബാധിക്കുന്നത് അവൻ ഇവിടുന്ന് പോവാറായിട്ടുണ്ട് എന്നുള്ളതിലേക്ക് സൂചനയാണ്. എന്നാൽ ചിലരെത്ര പ്രായമായാലും താടിമുടിയും തലമുടിയും ഒന്നാകെ നിറബാധിച്ചാലും അതെല്ലാം കറുപ്പ് ചായം കൊടുത്ത് നടക്കുന്ന ചില വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ കറുപ്പ് കൊണ്ട് ചായം കൊടുക്കുന്നതിന്റെ വിധി എന്താണ്, എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ്, ഇത് ആരുടെ ചര്യയാണ് നമുക്ക് പരിശോധിക്കാം. വയഹ്റുമു ഖൽബു ശാരി ശൈബി ബിസ്സവാദി, അതായത് കറുപ്പ് കൊണ്ട് നരച്ച മുടിയെ ചായം കൊടുക്കുക എന്നുള്ളത് ഹറാമാണ്. വബിൽ ഹംറത്തി വബിസുഫ്രത്തി, ചുവപ്പ് കൊണ്ടോ മഞ്ഞ കൊണ്ടോ ചായം കൊടുക്കൽ സുന്നത്താണ് എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ മുടിക്ക് കറുത്ത പൈന്റടിക്കൽ, കറുത്ത ചായം കൊടുക്കൽ ഹറാമാണ് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ചിലരൊക്കെ നരച്ച മുടി പറിച്ചു കളയുന്നവരുണ്ട്, വെട്ടിക്കളയുന്നവരുണ്ട്. ലാ തൻതിഫു ശൈബ ഫഇന്നഹു നൂറുൽ മുസ്ലിമി യൗമൽ ഖിയാമ എന്നാണ്. നിങ്ങൾ നര പറിച്ചു കളയരുത്, കാരണം അത് ഖിയാമത്തി നാളിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ നൂറാണ്, പ്രകാശമാണ് എന്ന് ഹദീസുകൾ കാണാൻ പറ്റും. മാത്രമല്ല, ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖലബ ബിസ്സവാദി സവ്വദല്ലാഹു വജ്ഹഹു യൗമൽ ഖിയാമ, ആരെങ്കിലും കറുപ്പ് കൊണ്ട് ചായം കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തെ കറുപ്പിച്ചു കളയും. യൗമൽ ഖിയാമ, ഖിയാമത്തി നാളിൽ അവന്റെ മുഖത്തെ അല്ലാഹു കറുപ്പിച്ചു കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് മുടിക്ക് കറുപ്പ് ചായം കൊടുക്കുക എന്നുള്ളത്. മാത്രമല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സയകൂനു ഫീ ആഖിരിസ് സമാനി ഖൗമുൻ യഖ്ലബൂന ബിസ്സവാദ്, അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ വരും, അവർ കറുപ്പ് കൊണ്ട് ചായം കൊടുക്കുന്നവരാണ്. ഏതുപോലെ? കഹവാസുൽ ഹമാം, പിന്നെ മേടപ്രാവിന്റെ മേട പോലെ, അതായത് അതിന്റെ നെഞ്ചുഭാഗത്ത്, മേടഭാഗത്ത് പുറം ഭാഗത്തൊക്കെ കറുപ്പുണ്ടാകും, ഉള്ളിലേക്ക് ചികഞ്ഞു നോക്കിയാൽ വെള്ളയായിരിക്കും എന്നതുപോലെ കറുപ്പ് കൊണ്ട് ചായം കൊടുക്കുന്ന ഒരു വിഭാഗം ഖിയാമത്തി നാളിൽ വരും. എന്നിട്ട് പറയുന്നുണ്ട്, വലാ യരീഹൂന റായിഹത്തൽ ജന്ന, അവർ സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം ഖിയാമത്തി നാളിൽ അല്ലാഹു അവരിലേക്ക് നോക്കുകയില്ല എന്ന്. ഇങ്ങനെ ചായം കൊടുക്കുന്ന വിഷയത്തിൽ ആൺ പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. വലാ ഫറഖ ഫിൽ മൻഇ മിനൽ ഖിലാബി വസ്സവാദി ബൈന റജുലി വൽ മർഅ, സ്ത്രീന്റെയും പുരുഷന്റെയും ഇടയിൽ വ്യത്യാസമൊന്നുമില്ല. സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും കറുപ്പ് കൊണ്ട് ചായം കൊടുക്കൽ ഹറാമാണ്. ഇങ്ങനെ മുടിക്ക് പൈന്റടിച്ചു കൊടുക്കുന്ന, കറുപ്പ് ചായം അടിച്ചു കൊടുക്കുന്ന ധാരാളം ബാർബർ ഷാപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരോടും പറയാനുള്ളത്, ഇത് ഈ മുടിക്ക് ചായം കൊടുക്കൽ ഹറാമാണെങ്കിൽ ആ ഹറാമിന്റെ മേലിൽ സഹായിക്കലും ഹറാമ് തന്നെയാണ്. അതായത് യാനത്തുനാൽ മാഅസി, തെറ്റിന്റെ മേലിൽ സഹായിക്കുക എന്നുള്ളത് ഹറാമാണ്. മുടിക്ക് ചായം കൊടുക്കൽ ഹറാമാണല്ലോ, അപ്പൊ ആ ഹറാമിന്റെ മേൽ നിങ്ങൾ സഹായിക്കുക എന്നുള്ളതും ഹറാമ് തന്നെയാണ്. അപ്പൊ ബാർബർ ഷാപ്പിന്റെ ബാർബർമാർ അവരും തന്നെ ഈ ഒരു പരിപാടി മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഹറാമാണ്. ഈ മുടിക്ക് ചായം കൊടുക്കുക എന്നുള്ളത് ആരുടെ ചര്യയാണ്? ഫിർഔന്റെ ചര്യയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അവ്വൽ മൻ ഖളിബ ബിസ്സവാദി ഫിർഔൻ, മുടിക്ക് ആദ്യമായി ചായം കൊടുത്തത് ഫിർഔനാണ്. അപ്പൊ ആ ഫിർഔന്റെ മാതൃകയാണ് മുടിക്ക് ചായം കൊടുക്കുക എന്നുള്ളത്. ആ മാതൃകയാണ് ഇന്ന് പലരും പിൻപറ്റി പോരുന്നത്. എത്ര നീചമായ സംസ്കാരമാണത്! അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ബഹുമാനിച്ചുകൊണ്ട് അവനിക്ക് കൊടുത്തതാണ് നര എന്നുള്ളത്.
ആർക്കെങ്കിലും നര ബാധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്കൊരു ഹസനത്ത്, ഒരു നന്മ രേഖപ്പെടുത്തും. അവനെ തൊട്ട് ഒരു ഖതീഅത്ത്, ഒരു തെറ്റിനെ അല്ലാഹു മായ്ച്ചു കളയും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദറജ, സ്ഥാനം ഉയർത്തുകയും ചെയ്യുമെന്നാണ്. ഇത്രയും മഹത്വമുള്ള നരയെ മറച്ചു വെച്ചുകൊണ്ട് പ്രായമായിട്ടും ചെറുപ്പക്കാരെ പോലെ നടക്കുന്ന ഒരുപാട് മാന്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. മുടിക്ക് കറുത്ത പെയിന്റടിക്കുക എന്നുള്ളത്, ചായം കൊടുക്കുക എന്നുള്ളത് വളരെ ഗൗരവമായ കാര്യമാണ്. പലരും അതിന്റെ ഗൗരവം വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം വെള്ളം ചേരാ എന്തോ ഒരു പെയിന്റ് പോലെയുള്ള ഒരു കെമിക്കലാണ് ഇങ്ങനെ മുടി കറുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കറുപ്പ് ഒരിക്കലും മങ്ങിപ്പോവാറില്ല. ആ കറുപ്പ് പോലെ ഒന്നും അവശേഷിക്കും. മൈലാഞ്ചി അങ്ങനെയല്ലല്ലോ. മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ദിവസം കഴിയും തോറും അതിങ്ങനെ മങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ കറുപ്പിന് ഒരു മങ്ങലും ഏൽക്കാറില്ല എന്ന് മാത്രമല്ല, അതിന്റെ കുറ്റിഭാഗത്ത് മുടിങ്ങനെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വെള്ളം ഇങ്ങനെ വരും, വീണ്ടും അവർ കറുത്ത പെയിന്റടിക്കും. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ കണ്ടുവരാറുള്ളത്. എന്താണ് ഇതിന്റെ ഗൗരവം? നാം ഉപയോഗിക്കുന്ന ഈ കറുപ്പടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ അത് വെള്ളം ചേരാത്തതാണെങ്കിൽ എങ്ങനെ നമ്മുടെ കുളി ശരിയാവും? ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് കുളി നിർബന്ധമാകുന്ന അവസ്ഥകൾ ഉണ്ടാവാറില്ലേ? വലിയ ശുദ്ധിക്കാരനാകും. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവൻ വലിയ ശുദ്ധിക്കാരനായി. ഇങ്ങനെയാകുന്ന സമയത്ത് അവൻ കുളിക്കാൻ നിർബന്ധമാണ്. ഇങ്ങനെ വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളം ചേരേണ്ടതുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അവന്റെ വലിയ ശുദ്ധി എങ്ങനെ ഉയരും? അവന്റെ കുളി എങ്ങനെ സ്വഹിയാകും? കുളി ശരിയാവാതിരുന്നാൽ അവന്റെ നിസ്കാരം സ്വഹിയാകുമോ? അവനക്ക് പള്ളിയിൽ കയറാൻ പറ്റുമോ? അവനക്ക് ഖുർആൻ ഓതാൻ പറ്റുമോ? ഖുർആൻ തൊടാൻ പറ്റുമോ? ഇങ്ങനെ ഒരുപാട് കാര്യം നാം ചിന്തിക്കേണ്ടതല്ലേ? അതുപോലെ എങ്ങനെയാണ് അവൻ വുളൂ ചെയ്യുക? വുളൂ ചെയ്യുമ്പോൾ മുഖം കഴുകൽ നിർബന്ധമാണല്ലോ. താടിയിലും അതുപോലെ തന്നെ മീശയിലും അവൻ കറുത്ത പെയിന്റടിച്ചിട്ടുണ്ട്. തല തടവൽ നിർബന്ധമാണ്. അതുപോലെ ആ തലന്റെ മുടിയിൽ അവൻ കറുത്ത പെയിന്റടിച്ചു. തല തടവലും ശരിയാവുന്നില്ല. തല തടവലാണെങ്കിൽ വുളൂഇന്റെ ഫർളാണല്ലോ. ഇങ്ങനെ ഒരുപാട് ഗൗരവമായ കാര്യങ്ങൾ ചിന്തിക്കാതെയാണ് പലരും ഇങ്ങനെ കറുത്ത പെയിന്റടിക്കുന്നത്. അവന്റെ ജനാബത്ത് ഉയരാതെയാണ് അവൻ പള്ളിയിലേക്ക് വരുന്നത്. എന്നിട്ട് ഏറ്റവും ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഇബാദത്താകുന്ന, വളരെ പ്രധാനപ്പെട്ട ഇബാദത്താകുന്ന നിസ്കാരം നിർവഹിക്കുന്നത് പള്ളിയിൽ വെച്ചുകൊണ്ടോ വീട്ടിൽ വെച്ചാവട്ടെ എവിടെ വെച്ചായിരുന്നാലും ആ ഇബാദത്ത് നിർവഹിക്കുന്നത് അശുദ്ധിക്കാരനായിക്കൊണ്ടാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എത്രമാത്രം വലിയ തെറ്റിലാണ് അവൻ അകപ്പെട്ടിരിക്കുന്നത്. എത്ര നിസ്കാരമാണ് അവൻ ഖളാ വീട്ടാനുണ്ടാവുക? മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏത് സമയത്താണ് അവൻ മരണപ്പെടുക എന്നറിയില്ല. മരണപ്പെട്ടാൽ കുളിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അവന്റെ കുളി ശരിയാവണമെങ്കിൽ, കുളിപ്പിച്ചാൽ ആ കുളി ശരിയാവണമെങ്കിൽ അവന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വെള്ളമെത്തണമല്ലോ. ഇങ്ങനെ മുടിയും താടിയും മീശയും ഒക്കെ പെയിന്റടിച്ചാൽ, വെള്ളം ചേരാത്ത കെമിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന്റെ കുളി എങ്ങനെയാണ് ശരിയാവുക? തയമ്മം ചെയ്തു കൊടുക്കേണ്ട അവസ്ഥ വരികയില്ലേ? മുടിയിൽ വെള്ളം ചേർന്നാലും ഇല്ലെങ്കിലും മുടിക്ക് കറുത്ത ചായം കൊടുക്കൽ ഹറാമാണെന്നതിന് പുറമെ മുടി വെള്ളം ചേർന്നില്ലെങ്കിൽ ഈ പറയപ്പെട്ട ഇങ്ങനെയുള്ള ഒരുപാട് ഗൗരവമേറിയ കാര്യങ്ങൾ, ഭവിഷ്യത്തുകൾ അതിന്റെ പിന്നിലുണ്ടെന്ന് നാം സ്വയം തിരിച്ചറിഞ്ഞ് ഈ വിരോധിക്കപ്പെട്ട കാര്യത്തിൽ നിന്ന് നാം വിട്ടുനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സഹോദരിമാർ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതായി തോന്നിയെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുകയും അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എന്ന് പ്രത്യേകം നിങ്ങളോട് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.